പുന്നപ്ര വയലാർ സമരത്തിൽ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാവിന് എന്തൊക്കെയാവണം ചുമതല എന്ന് VS-നോടുൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് കൃത്യമായ ചുമതലകൾ കൊടുത്തിരുന്നു. അതനുസരിച്ച് ഒരു പ്രത്യേക ക്യാമ്പിൻ്റെ, എനിക്ക് തോന്നുന്നു അത് ആറോൺ ക്യാമ്പ്, അങ്ങനെ എന്തോ ഒരു ക്യാമ്പെന്നാണ് അറിയപ്പെടുന്നത്, ആ ക്യാമ്പിൻ്റെ ചുമതലയിലായിരുന്നു VS. അപ്പോൾ VS വന്നു, അവിടുത്തെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവരുടെ യോഗത്തിൽ പങ്കെടുത്തു. VS അവിടെ എവിടെ ഇരിക്കണമെന്നുള്ളത് പോലും കൃത്യമായ നിർദ്ദേശം പാർട്ടി കൊടുത്തിരുന്നു. അതനുസരിച്ച് VS അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഈ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ആക്രമണം ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം ഈ തൊഴിലാളികൾ തിരിച്ച് VS-ൻ്റെ അടുത്തേക്ക് വന്നു. അതിൽ 2 തൊഴിലാളികൾ വന്നത് ഈ പുന്നപ്ര പോലീസ് സ്റ്റേഷനിലെ 2 തോക്കുകളുമായിട്ടായിരുന്നു. ഈ തോക്കുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ, കാരണം അത് പാർട്ടി പറഞ്ഞ നിർദ്ദേശത്തിൽ തോക്കുമായി തിരിച്ചു വരും എന്നുള്ളതില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ താനും വല്ലാതെ ആയിപ്പോയി. പിന്നെ VS പറഞ്ഞത് താൻ തന്നെ ആ തോക്ക് അവരെ കൊണ്ട് വാങ്ങി പൂക്കൈതയാറ്റിൽ കൊണ്ടിട്ടു എന്നാണ് VS പറഞ്ഞത്. അപ്പോൾ അങ്ങനെ VS-ന് വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ചുമതല ആ പുന്നപ്ര വയലാർ സമരത്തിലുണ്ടായിരുന്നു. അതിന് ഇങ്ങനെയായിരുന്നു നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശപ്രകാരം VS പ്രവർത്തിച്ചു. അതിൽ ഈ പറഞ്ഞതുപോലെ തോക്കിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എന്ത് ചെയ്യണമെന്നറിയാതെ VS നിന്നതും. എങ്കിലും അത് ആ സമയത്ത് ചെയ്യാവുന്ന ഒരു നേതൃപാഠവ പ്രകാരം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു എന്ന് VS തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അംഗത്വം കിട്ടുന്നത് 18-ാം വയസ്സിലാണ്. 18 വയസ്സാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ പ്രായം. പക്ഷേ VS-ന് 17-ാം വയസ്സിലാണ് അംഗത്വം കിട്ടുന്നത്. കാരണം ആ വർഷം VS-ന് 17 വയസ്സായപ്പോഴാണ് ഈ ആസ്പിൻവാൾ കയർ കമ്പനിയിൽ VS തൊഴിലാളിയായി ചേരുന്നത്. അവിടുത്തെ ചുറുചുറുക്കുള്ള ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ ഈ 17-കാരനെ നോട്ടമിട്ട സൈമണാശാൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ അന്നത്തെ ഈ പറയുന്ന ഏരിയ സെക്രട്ടറിയാണ് ഇദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തുന്നത്. അങ്ങനെ ആ വർഷം തന്നെ 17-ാം വയസ്സിൽ ഈ സൈമണാശാൻ VS-ന് പാർട്ടി കാർഡ് കൊടുക്കുകയാണ്. അത് പാർട്ടി കാർഡ് കൊടുത്തു പിന്നീടാണ് അദ്ദേഹം പാർട്ടിയുടെ 18 വയസ്സ് തികയുന്ന മുമ്പ് അംഗം ആയി എന്നുള്ള വിവരം പുറത്തറിയുന്നത്. പക്ഷേ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ ആ വർഷം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു യോഗത്തിൽ ഉൾപ്പെടെ VS പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പുന്നപ്ര വയലാർ, അത് കഴിഞ്ഞാണ് പിന്നെ അത് നടന്നുള്ള പ്രക്ഷോഭങ്ങളിലെല്ലാം പടിപടിയായി പങ്കെടുത്ത് ആ സമയത്ത് VS-ൻ്റെ വീട്ടിലെ അവസ്ഥ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ജ്യേഷ്ഠൻ ഗംഗാധരൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒറ്റ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഈ VS-ൻ്റെ തൊട്ട് താഴെയുള്ള പുരുഷോത്തമൻ, ആഴിക്കുട്ടി എന്നീ 2 സഹോദരങ്ങളുണ്ട്. അപ്പോൾ ഈ ജ്യേഷ്ഠൻ്റെ ജൗളിക്കടയിലെ സഹായിയായിട്ടാണ് വിദ്യാഭ്യാസം നിർത്തിയ VS പ്രവർത്തിച്ചത്. അത് കഴിഞ്ഞ് ആസ്പിൻവാൾ കയർ കമ്പനിയിലെ ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ കിട്ടിയ വേതനം VS ചെയ്തിരുന്നത് കുടുംബത്തിന് കൈമാറുകയായിരുന്നു. ആ സമയത്താണ് അവിടെ വച്ച് VS-നെ P. കൃഷ്ണപിള്ള കാണുന്നത്. P. കൃഷ്ണപിള്ളയാണ് VS-നോട് ഫുൾ ടൈം, മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനാകണം എന്ന് നിർദ്ദേശിച്ചത്. അപ്പോൾ ആ സമയത്ത് VS പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ P. കൃഷ്ണപിള്ള പറഞ്ഞ ഒരു കാര്യം, VS-എ, ഒരു കുടുംബത്തെ അല്ല നമ്മൾ നോക്കുന്നത്, കേരളത്തിലെ ഒരുപാട് പട്ടിണി പാവങ്ങളെയാണ്. ആ കുടുംബങ്ങളെ മുഴുവൻ നമുക്ക് സഹായിക്കണം എന്ന് പറയുകയും അങ്ങനെ VS മുഴുവൻ സമയ പാർട്ടിക്കാരനാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് കർഷക തൊഴിലാളികളെ ആലപ്പുഴയുടെ വിവിധ മേഖലകളിൽ ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പറ്റിയൊക്കെ VS വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഒരു മുണ്ടും ഒരു ഷർട്ടും ഒരു തോർത്തും ഒരു അടിവസ്ത്രവുമായിട്ടാണ് പോകുന്നത്, ഒരാഴ്ചയൊക്കെ കഴിയേണ്ടി വരും. അതിൽ ചെയ്യുന്നത്, രാത്രി ഈ വസ്ത്രം അലക്കി തോർത്ത് കൊടുത്ത് കിടന്നുറങ്ങും. ആ തലേന്ന് ധരിച്ച വസ്ത്രങ്ങൾ കഴുകി പാറപ്പുറത്ത് വിരിച്ചിട്ടിട്ട് ആ പാറപ്പുറത്താണ് കിടക്കുക പലപ്പോഴും. എന്നിട്ട് ആ കാറ്റേറ്റ് ഉണങ്ങുമ്പോൾ അത് കൊടുത്തുകൊണ്ടാണ് വീണ്ടും അടുത്ത ദിവസത്തെ പ്രവർത്തനം. അങ്ങനെ തൊഴിലാളികൾ
വല്ലപ്പോഴും നൽകുന്ന ഭക്ഷണം ഒരു നേരമോ 2 നേരമോ ഒക്കെ ആയിരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ഏറെ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന ആ കാലം ഇന്ന് യഥാർത്ഥത്തിൽ പലർക്കും അത് അമ്പരപ്പെടുത്തുന്നതോ അത്ഭുതപ്പെടുത്തുന്നതോ ആയ ഓർമ്മ മാത്രമായിരിക്കും.